ഹായ് ഹായ് പറ എല്ലാവരോടും ഹായ് ഹായ്. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറ. കുഞ്ഞാറ്റയുടെ ഭാഷയിൽ ഹായ് പറയുക കേട്ടോ. എല്ലാവരോടും സ്വാഗതം പറയാണ്. അതുണ്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഞാനേ അമ്മയ്ക്ക് വയ്യാതെ കുറേ ദിവസമായി വയ്യ പറയുന്നു. ഷുഗറൊക്കെ കൂടിയിട്ട് അമ്മ ആദ്യം പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് അടുപ്പിൻ്റെ ചോട്ടിലൊന്നും നിൽക്കാൻ വയ്യ, അടുപ്പിൻ്റെ ചോട്ടിലൊന്നും നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെയായിട്ട് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. 2-3-4 ദിവസം മുന്നേ അനിയത്തി വന്നു. ചെറിയ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും അപ്പോൾ അമ്മ കുറേ ദിവസമായി പറയണെങ്കിൽ എന്നാൽ വരുന്നത്. അപ്പോൾ ഇനി ഒന്നുകൂടി ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അമ്മ തനിയെ പോയിട്ട് വന്നു. ഇവിടെ അടുത്ത് തന്നെ ഹോമിയോ പോയി. ഹോമിയോ മരുന്നാകുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല. ഇംഗ്ലീഷ് മരുന്നാകുമ്പോൾ താങ്ങുന്നില്ല. ഹെൽത്തൊക്കെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഇത് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഷുഗറും പ്രഷറും പിന്നെ ഏജിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ ആൾക്ക് കുറച്ച് പ്രയാസം. അപ്പോൾ ഹോമിയോ മരുന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഹോമിയോ കാണിക്കുന്നത്. അപ്പോൾ ഹോമിയോയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുഴപ്പമില്ല. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുപ്പിൻ്റെ ചോട്ടിക്കൊന്നും നിൽക്കാനൊന്നും വയ്യ. അപ്പോഴത്തേന് ധോനി ബേബിക്ക് നല്ല പനി എന്ന് പറഞ്ഞാൽ പോരാ, ചുണ്ടൊക്കെ അങ്ങോട്ട് മലച്ചിട്ട് പനിച്ചൂട് പോലെ വന്നിട്ടേ കുട്ടിയുടെ തീരെ വയ്യ. എന്നിപ്പോൾ ഒന്നും ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പം ഇന്നത്തെ വിശേഷത്തിലേക്കും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്കപ്പുളിയാ? പേര് എന്താ? കായപ്പയ്ക്ക. അമ്മ തന്നെ കേട്ടോ കുക്കൊക്കെ ചെയ്യണത്. പിന്നെ ഈ അടുപ്പായതുകൊണ്ടേ വലിയ ആവിയില്ല. അധികം ഞങ്ങളുള്ളതുകൊണ്ടാട്ടോ ഈ അടുപ്പ് കത്തിക്കണത്, എല്ലാവരും ഉള്ളതുകൊണ്ടേ. അല്ലെങ്കിൽ അമ്മ ഗ്യാസിലോ ഒക്കെ വെക്കുള്ളൂ. അമ്മയ്ക്ക് നാഴിക അടുപ്പത്തിട്ട പോലെ. അപ്പം അമ്മ ഗ്യാസിൽ അടുപ്പത്തിടും. പിന്നെ ചായ എന്തെങ്കിലുമൊക്കെ, ചായ ഇപ്പം അങ്ങനെ കുടിക്കാറില്ല. കട്ടൻ ചായ അങ്ങനെ കുറച്ചൊക്കെ കുടിക്കുകയുള്ളൂ. അത് മധുരമില്ലാതെ കുടിക്കണ്ടേ. അപ്പം ചായ ഇല്ല. കഞ്ഞി കുടിക്കാറ് ഓട്സ് കുടിക്കും വൈകിട്ടൊക്കെ. പിന്നെ കഞ്ഞിയാണെങ്കിലും ഇങ്ങനെ നല്ല കഞ്ഞിയുടെ വെള്ളവും കഞ്ഞിയൊന്ന് ചോറ് വാർത്തിട്ടാണെങ്കിലും പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് അമ്മ കഞ്ഞിയാക്കിയിട്ട് അങ്ങനെ കുടിക്കണം കേട്ടോ. അല്ലാതെ കഞ്ഞിവെള്ളം കൂട്ടി കുടിക്കുമ്പോൾ കൊഴുപ്പ് കൂടുമ്പോൾ ഷുഗർ കൂടും ചെയ്യലോ. അപ്പോൾ ഒരു നേരമെങ്കിലും കഞ്ഞി കുടിക്കാതിരുന്നാലും ബുദ്ധിമുട്ടല്ല. ഇങ്ങനെ ഇവർ ഈ കഞ്ഞിയൊക്കെ കുടിച്ച് ശീലിച്ചവരല്ലേ. മരുന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താണ് പിന്നെ ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം. അമ്മയ്ക്ക് സാധിക്കൂല ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ചിട്ടൊക്കെ. അപ്പോൾ ചോറൊക്കെ ആയി. ഇനി ഉണ്ട് കുറച്ചും കൂടി അലക്കിയിടാൻ കേട്ടോ. അങ്ങനെ ഇതാ വെണ്ടയ്ക്കക്കറിയൊക്കെ അടുപ്പത്തായി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒന്ന് തിളച്ച് 2 തളയൊക്കെ തിളയ്ക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് ഇറക്കി വയ്ക്കണം. അമ്മ അപ്പോഴത്തേന് തല ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ടേ അമ്മ അപ്പോൾ എന്നാൽ പോയി റെസ്റ്റ് എടുത്തോ പറഞ്ഞു. അപ്പോൾ ഇനി ധോനി ബേബീനെ അമ്മയുടെ അടുത്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ റൂമിൽ കൊണ്ടേ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവൾ വാശി പിടിക്കുമ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് നടന്നാൽ മതി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ ജലദോഷമൊക്കെ കാരണമാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കളിക്കാൻ ഒരാളെ കിട്ടിയാലൊക്കെ മതി കേട്ടോ. അങ്ങനെ ഇതാ അനിയത്തി താഴത്തെ വീട്ടിൽ പോയിരിക്കപ്പോൾ വരെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മേമയുടെ അടുത്തേ. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ വേഗം. ഇവർ വാശി പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും എല്ലാം ശരിയാക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ ഇതാ കായപ്പയ്ക്ക ഉപ്പേരി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഉള്ളിയും മുളകൊക്കെ ഞാൻ വേഗം നുറുക്കി വെച്ചു. അപ്പോൾ അതാ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാവയും കുഞ്ഞാറ്റയും കൂടി കളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞാവയ്ക്ക് ചോറൊക്കെ അരച്ചിട്ട് കൊടുക്കുകയാണ്. പക്ഷെ ധോനി ബേബിക്ക് കൊടുക്കുമ്പോൾ കണ്ടോ അവൾ ഓടുന്നു കണ്ടോ. അവളൊരു സംഗതി കഴിക്കണില്ല എന്നാണ് അമ്മ പറയണത്. ഒരു സ്പൂണ് വായുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുമ്പോഴത്തേനും അവൾ ഓടുക. പിന്നെ അവൾക്ക് അത് കളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ കളിക്കണം അത് മേടിച്ചിട്ട്. അതിനാണ് വാശി പിടിക്കുന്നത്. അങ്ങനെ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുട്ടികൾക്ക് അടുപ്പത്ത് വെച്ചു കേട്ടോ. പനിക്കൂർക്കട ഇലട്ടത് തിളപ്പിച്ചറിയ വെള്ളം കൊടുത്താൽ കഫക്കെട്ടിനൊക്കെ നല്ലതല്ലേ, പുണ്ണ് കരിയാനൊക്കെ. അപ്പം അങ്ങനെ ഉപ്പേരിയൊക്കെ ആയി, കറിയായി. അപ്പോൾ അടുപ്പ് ഏതായാലും ഒഴിഞ്ഞു കിടക്കല്ലേ. അപ്പോൾ നല്ല ചൂടുണ്ട് അടുപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം തണുത്ത വെള്ളം കുറച്ച് അടുപ്പത്തൊക്കെ വെച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ഞങ്ങൾ ചോറൊക്കെ ഊണ് കഴിഞ്ഞ് കുറച്ച് നേരം 2-3
മണിക്കൂറൊന്നും ആയില്ല. കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു. ഇനി ഇതാ കുളിച്ചിട്ട് വരണം. അപ്പോഴത്തേന് ധോനി ബേബി ഒന്ന് ഉറങ്ങി. കുറച്ച് നേരമൊക്കെ ഉറങ്ങുന്നുള്ളൂ. ഈ മൂക്കടപ്പൊക്കെ കാരണം ഈ കുട്ടി കിടക്കണേ ഇല്ല കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി രാവിലെ കുറച്ച് അലക്കിയിട്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് അലക്കിയ തുണികൾ ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണങ്ങിയ തുണി ഉണ്ടോ എന്ന് നോക്കുകയാണ്. എന്നാൽ അത് മാറ്റി മടക്കി വെച്ചാൽ നനഞ്ഞ തുണികളൊക്കെ ഇങ്ങോട്ട് ഇടാലോ. കുറച്ച് വിരി, കുട്ടികൾ ചീച്ചൊഴിച്ച തുണികളും വിരികളും ബെഡ്ഷീറ്റ്, പുതപ്പ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചധികം തുണികളുണ്ട്. പകുതി അവൾ തിരുമ്പി, പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് തിരുമ്പി, അങ്ങനെ അതൊക്കെ തോരയിടുക. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ എണീക്കുമ്പോഴത്തേന് കുളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവൾ എന്നെ കാണണം പറഞ്ഞ് വാശി പിടിച്ചാൽ പിന്നെ നമ്മുടെ അടുത്തൊന്നും നിൽക്കില്ല. നമ്മുടെ അടുത്ത് നല്ല ആരുടെ അടുത്തും നിൽക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടു കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ നമുക്ക് ചിലവർ അറിയുന്നവരാണോ എന്താണെന്നറിയില്ല, നമ്മുടെ അടുത്തുള്ള ആളുകളാണോ എന്താണെന്നറിയില്ല, മെസ്സേജൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പറയുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും. പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ഫാമിലി വ്ളോഗാണ്. നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻസ് പ്രത്യേകം അയക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, മെൻ്റലി ഒരു എനർജിക്കാണ്. നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോ ഇടാനും ഇൻട്രസ്റ്റിംഗ് ഒക്കെയാണ്. കാരണം നിങ്ങളുടെ സ്നേഹമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രചോദനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെയും കുടുംബത്തിലൊരു അംഗത്തെ പോലെ നമ്മളെ കണ്ട് നമ്മുടെ കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഇനി ഉണങ്ങിയ തുണികളൊക്കെ സന്ധ്യ ആവാനായി. ഇനി തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മലഞ്ചെരുവായതുകൊണ്ടേ നല്ല മഞ്ഞാണ്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ മഞ്ഞ് പൊഴിയാൻ തുടങ്ങും. അതേപോലെ ഒരു 10 മണിയൊക്കെ ആയാലും ശരി കേട്ടോ, മൂടൽ മഞ്ഞ് മാറുകയില്ല. അപ്പം അങ്ങനെ മഞ്ഞ് പൊഴിയാൻ തുടങ്ങും. അപ്പോഴത്തേന് തുണികൾ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നനവ് വന്നാൽ പിന്നെ രാവിലെ എടുത്ത് ഉണക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ എടുത്ത് മടക്കി വയ്ക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ. അപ്പോൾ കുഞ്ഞാറ്റ എണീച്ചിട്ടില്ല, ചിലപ്പോൾ ഇപ്പം എണീക്കും കേട്ടോ. അപ്പോഴത്തേന് ഇതെല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കി കൊണ്ടുപോയി വെക്കണം. കൈയോടന് എനിക്ക് അങ്ങനെയാണ്, വിരിച്ചിട്ട തുണി ചുരുളാതെ നമ്മളിങ്ങനെ അങ്ങനെ തന്നെ മടക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി വെക്കണത് ഭയങ്കര, അപ്പോൾ ആ വൃത്തിയിൽ അങ്ങനെ ഇരിക്കും, ഒരു ചുളിവും ഇതൊന്നും ഇല്ലാണ്ട്. അല്ല നമ്മൾ പെറുക്കി കൂട്ടി അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചുളിഞ്ഞ് കിടക്കുകയുള്ളൂ. പിന്നെ എത്ര മടക്കിയാലും പിന്നെ അത് ശരിയാവില്ല. അപ്പോൾ അനിയത്തി കുറച്ച് തുണികളൊക്കെ കൊണ്ടുവരാൻ കൂടിയിട്ടോ. ബാക്കിയുള്ളത് കുട്ടിയുടെ ഷെഡ്ഡികളും ഒക്കെ കുഞ്ഞി 2 ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാനും അമ്മി മേമന്മാരും മേമ്മയുടെ മോനും എല്ലാവരും ഞങ്ങളിതാ കനാലിൻ്റെ മുകളിൽ കിടന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയത്ത് ഇതിനങ്ങനെ ഒരു 5:30-6 മണിക്കൊക്കെ ഇതിനങ്ങനെ നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എനർജിയാണ്. കാരണം നല്ലൊരു വ്യൂ ആണ്, പിന്നെ നല്ല കാറ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. ആ സമയത്താണ് രാജേട്ടൻ വന്നത് കേട്ടോ. രാജേട്ടൻ വന്നു, അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് രാജേട്ടൻ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു. ബൈ.